വെൽക്കം ടു സെർവ് ഇറ്റ് ലൈക്ക് ഷാനി. റമദാൻ കരീം. ഇഫ്താറിന് പറ്റിയ ഒരു സ്പെഷ്യൽ ഷെയ്ക്കായിട്ടാണ് ഞാനിന്ന് എത്തിയിട്ടുള്ളത്. വൈറ്റമിൻ സി കുറച്ച് കൂടുതലായിട്ടുള്ള ഒരു ഫ്രൂട്ടാണല്ലോ അവക്കാഡോ. അപ്പോൾ അവക്കാഡോ കൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഷെയ്ക്കാണ്. പിന്നെ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നന്നായി പഴുത്തിട്ടുള്ള 2 അവക്കാഡോ ആണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം പിന്നെ എടുത്തിട്ടുള്ളത് ബനാനയാണ്. ഫിലിപ്പിനോ ബനാനയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അതില്ലെങ്കിൽ നമ്മുടെ റോബസ്റ്റ് പഴത്തിനും ഫിലിപ്പിനോ ബനാനയ്ക്കും ഏകദേശം ഒരേ ഫ്ലേവർ തന്നെയാണ്. പിന്നെ വേണ്ടത് 1/2 കപ്പ് പഞ്ചസാര, 1 ടേബിൾ സ്പൂണ് ബദാം പൊടിച്ചത്, വല്ലാണ്ട് പൊടിയേണ്ട, ഒരു തരിപ്പോടെ പൊടിച്ചത്, പിന്നെ 1/2 ലിറ്റർ പശുവിൻ പാൽ. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസാണ് നമ്മളുടെ ഈ ഒരു ഷേക്കിന് ആവശ്യമായിട്ടുള്ളത്. ആദ്യമായി നമ്മൾ അവക്കാഡോൻ്റെ സെൻറ്റർ ഭാഗം കട്ട് ചെയ്തിട്ട് അതിൻ്റെ സെൻറ്ററിലുള്ള ആ ഒരു സീഡ് കുരുണ്ടല്ലോ അത് കളയണം. എന്നിട്ട് നമ്മളൊരു സ്പൂൺ കൊണ്ട്, നല്ലൊരു കത്തിയോ അല്ലെങ്കിൽ സ്പൂണോ എടുത്തിട്ട് അതിൻ്റെ കഴമ്പ് മാത്രം എടുത്തിട്ട് നമ്മൾ മിക്സിയിലേക്ക് ഏത് ജാറിലാണോ അരക്കാൻ പോകുന്നത് ആ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ബാക്കിയുള്ള തൊലിയൊക്കെ വേസ്റ്റാണ്. അങ്ങനെ 2 അവക്കാഡോൻ്റെയും ഫുള്ള് കഴമ്പും നമ്മൾ എടുത്തിട്ട് നേരെ മിക്സിയിലോട്ട് ആഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ബനാന, ഫിലിപ്പീനി ആവാം, അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ റോബസ്റ്റ് ആണെങ്കിൽ റോബസ്റ്റ് പഴം, രണ്ടിലും ഏതെങ്കിലുമാണ് നല്ലത്. അതിന് ശേഷം ഈ ഒരു പഴവും ജസ്റ്റ് ചെറുതാക്കി കട്ട് ചെയ്തതിന് ശേഷം മിക്സിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മളെപ്പോഴും കട്ട് ചെയ്തിട്ട് ഇടുന്നതിൻ്റെ ഇതെന്താണെന്ന് വെച്ചാൽ ഷെയ്ക്കൊക്കെ ആകുമ്പോൾ നന്നായിട്ട് അത് അരഞ്ഞ് കിട്ടണം. അല്ലെങ്കിൽ ആ ഒരു കടിക്കുന്ന ഒരു ഇത് വരുമ്പോൾ അത് ആർക്കും അത്ര ഇഷ്ടാവില്ല. അതിനുശേഷം നമ്മൾ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക, പാൽ ആഡ് ചെയ്ത് കൊടുക്കുക. പാൽ ഞാൻ കുറച്ചായിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്, എന്നാലേ ശരിക്ക് അരഞ്ഞ് കിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഷെയ്ക്ക് അടിപൊളിയായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി ഷെയ്ക്കാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും. ശേഷം നമ്മളത് ഐസ് ക്യൂബ് വേണ്ടവർക്ക് ഐസ് ക്യൂബ് ആഡ് ചെയ്ത് കൊടുക്കാം. ഓരോരുത്തരുടെ തണുപ്പനുസരിച്ച് എത്ര വേണ്ടിച്ചാൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 2 ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ബദാം ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തത്, അതും അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. പിസ്തയുടെ ഫ്ലേക്സ് ഉണ്ടെങ്കിൽ, കഷ്ണങ്ങളുണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം, അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കിഡിലൻ ഷേക്കാണ്. അപ്പോൾ ഈ ഒരു നോമ്പിൻ്റെ ക്ഷീണവും ഒക്കെ മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു ഷേക്കാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമല്ലോ അല്ലേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടും ഒക്കെ ഷെയർ ചെയ്യുക. ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിവിടെ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്തുന്നതാണ്. സ്റ്റേ സേഫ്, സ്റ്റേ കണക്റ്റഡ്. ട്രൈ ടു സെർവ് ഇറ്റ് ലൈക്ക് ഷാനി.